ഗസ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഡൊണാൾഡ് ട്രംപ് നിർണായകമായ പങ്ക് വഹിച്ചു. ഇതാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ 3 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് എടുത്ത നിലപാടുകൾ, അല്ലെ ട്രംപ് ഇനി അതിന് അനുകൂലമായ നിലപാടുകൾ എടുക്കുമോ? ഇതൊക്കെ തന്നെ ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ റഷ്യ പ്രധാനമായിട്ടും പറയുന്നത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനായിട്ട്, അല്ലെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അതിന് എതിര് നിൽക്കുന്നത് നാറ്റോ രാജ്യങ്ങളാണ്. അതായത് യൂറോപ്പിലെ ചില രാജ്യങ്ങൾക്ക് അമേരിക്കയും റഷ്യയും തമ്മിൽ യോജിച്ച് പോകുന്നത് ഇഷ്ടമല്ല. അതായത് അലാസ്കയിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കണ്ടുമുട്ടി. അവർ തമ്മിൽ ചില ഉടമ്പടികളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇത് കൃത്യമായിട്ട് പാലിക്കാൻ ഇരു രാജ്യങ്ങൾക്കും സാധിച്ചില്ല. ഇതിന് കാരണം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉക്രൈൻ സഹായമൊക്കെ നൽകിക്കൊണ്ട് റഷ്യക്കെതിരെ ആക്രമണമായിട്ട് നിൽക്കണം. ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് കഴിഞ്ഞ 80 വർഷമായിട്ട് നിലനിന്നിരുന്ന ഒരു സമാധാനം, അത് US വലിയൊരു പ്രൊട്ടക്ടർ എന്ന നിലയിൽ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പക്ഷേ US-ൻ്റെ ഈ സഹായത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ അവസ്ഥ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മളിപ്പോൾ തന്നെ ഒരു യുദ്ധത്തിൻ്റെ വക്കിലാണ് എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഈ ജർമ്മനിയുടെ ചാൻസലർ നേരത്തെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഫ്രെഡറിക് മെർസ്, അദ്ദേഹം പറഞ്ഞത് നമ്മളിപ്പോൾ യുദ്ധത്തിലൊന്നുമല്ല, പക്ഷേ സമാധാനത്തിലുമല്ല എന്ന് പറഞ്ഞാൽ 1-ാം ലോക മഹായുദ്ധകാലത്ത് സർ എഡ്വേർഡ് ഗ്രേ നടത്തിയ യൂറോപ്പിലുടനീളം വിളക്കുകൾ അണയുന്നു എന്ന പ്രസ്താവനയെ ഇതുമായിട്ട് താരതമ്യം ചെയ്യണം. അപ്പോൾ സമാധാനമില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇരു രാജ്യങ്ങളും തമ്മിൽ യോജിച്ച് സമാധാനപരമായി പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചില യൂറോപ്യൻ രാജ്യങ്ങൾ അതിന് അംഗീകാരം നൽകുന്നില്ല, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്നില്ല. ഇപ്പം നമുക്കറിയാം പശ്ചിമേഷ്യയിലെ അല്ലെങ്കിൽ ഈ ഉക്രൈൻ റഷ്യ യുദ്ധത്തിലേക്ക് തന്നെ അമേരിക്കയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ പങ്കെടുക്കുന്നത് സ്റ്റീവ് വിറ്റ്കോഫാണ്. ഈ സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി കൂടിയാണ്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് വിറ്റ്കോഫിന് ഇപ്പോൾ പഴയതുപോലെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നില്ല, പഴയതുപോലെ സ്വീകാര്യത ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ സഹായിയുണ്ട് കിറിൽ ദിമിത്രേവ്. അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന വാദം തെറ്റാണ്. സ്റ്റീവ് വിറ്റ്കോഫിന് പഴയതുപോലെ തന്നെ സ്വാധീനമുണ്ട്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട്. എന്തായാലും ഉക്രൈനുമായിട്ടും മിഡിൽ ഈസ്റ്റുമായിട്ടുമായുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ശാശ്വത പരിഹാരം കാണാൻ വിറ്റ്കോഫിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾ ആശാവഹമാണ്. ട്രംപിൻ്റെ ഗസ പ്രൊജക്റ്റ് പോലും വളരെ നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് വിറ്റ്കോഫിൻ്റെ ഇടപെടലാണ്. എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടിയുടെ സൂത്രധാരൻ തന്നെ വിറ്റ്കോഫ് ആണെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ന്യൂയോർക്ക് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ്മാനാണ് ഈ പറയുന്ന സ്റ്റീവ് വിറ്റ്കോഫ്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതിന് തുല്യം തന്നെയാണ് വിറ്റ്കോഫ് പറയുന്ന കാര്യങ്ങൾ. ഇത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പോലും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ പുടിൻ ഇത് പറയുന്നുണ്ട്, കിറിൽ ദിമിത്രേവ് പറയുന്നുണ്ട്. അപ്പോൾ റഷ്യ അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സ്റ്റീവ് വിറ്റ്കോഫിനെ പുടിൻ ന്യായീകരിക്കുന്നതിനെ യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പാടോടെയാണ് കാണുന്നത്. കാരണം അവർക്ക് പേടിയുണ്ട് റഷ്യ യൂറോപ്യൻ രാജ്യങ്ങളെ ഇനി ആക്രമിക്കുമെന്ന്. ഇപ്പോൾ നമുക്കറിയാം ശൈത്യകാലം തുടങ്ങാൻ പോവാണ്. കടുത്ത ശൈത്യം വരുന്ന സമയത്ത് ഉക്രൈനിൽ വൈദ്യുതി തടസ്സം ഉൾപ്പെടെയുള്ളവ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് റഷ്യ അവിടുത്തെ പവർ ഗ്രിഡുകളെ ആക്രമിക്കുന്നു, അതുപോലെ തന്നെ ഊർജ്ജ സ്രോതസ്സുകളെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതുകൊണ്ട് ഉക്രൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പലയിടങ്ങളിലും കുറേ സമയം വൈദ്യുതി വിച്ഛേദിക്കും, എന്നിട്ട് ഈ സ്റ്റേഷനൊക്കെ ഓഫ് ചെയ്തിടും, എന്നിട്ട് വീണ്ടും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കും. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാരണം റഷ്യ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നു. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും അമേരിക്കയും റഷ്യയും തമ്മിൽ ഇനി പഴയതുപോലെ നല്ല ഒരു ബന്ധത്തിൽ പോകരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. കാരണം നാറ്റോ രാജ്യങ്ങളെ മുഴുവൻ തന്നെ ഈ ട്രംപ് പിണക്കുകയും ചെയ്തിരുന്നു. ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അടുത്തിടെ ഒരു നിലപാടെടുത്തിരുന്നു. അതായത് ഞങ്ങളുടെ കയ്യിലുള്ള ടോമഹോക്ക് മിസൈൽ ഇനി ഉക്രൈന് നൽകാൻ പോകും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് വിനാശകരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്ന മിസൈലാണ് ടോമഹോക്ക്. ഈ മിസൈൽ വേണമെങ്കിൽ ഞങ്ങൾ ഉക്രൈന് നൽകും എന്ന് പറഞ്ഞാൽ റഷ്യയെ ആക്രമിക്കാൻ അമേരിക്ക ഇതാ സഹായം ചെയ്യാൻ പോകുന്നു എന്ന തരത്തിൽ
നാറ്റോ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ പ്രചരണം നടത്തുന്നുണ്ട്. അപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ നിലകൊള്ളുന്നു, പുട്ടിൻ്റെ നിലപാടിനെതിരെ നിലകൊള്ളുന്നു. ഇവിടെയാണ് അലാസ്ക ഉച്ചകോടിയുടെ തുടർച്ച ഇനിയും നടക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത്. റഷ്യ പറയുന്നത് അത്തരത്തിലുള്ള ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ട്. എന്നാൽ എപ്പോൾ ചർച്ച നടത്തുമെന്നോ എപ്പോൾ പ്രശ്നം പരിഹരിക്കുമെന്നോ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഉടനുണ്ടായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ജൂൺ മുതൽ മോസ്കോയിൽ അമേരിക്കയ്ക്ക് അംബാസഡർ ഇല്ല. ഈ അംബാസഡറെ പകരം നിയമിക്കേണ്ടത് അമേരിക്കയുടെ ചുമതലയാണ്. അമേരിക്ക ഇപ്പോൾ ഇത് ചെയ്തിട്ടില്ല, പക്ഷേ അത് ചെയ്യുമെന്നും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ ഒഴിവാകുമെന്നും പറയുന്നു. നിലവിൽ ഈ വിള്ളൽ വീഴുകയും തകരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വിള്ളൽ അടിത്തറയിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വ്ളാഡിമിർ പുടിനും പറയുന്നുണ്ട്. അപ്പോൾ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് സെലൻസ്കി വെള്ളിയാഴ്ച ഡൊണാൾഡ് ട്രംപിനെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ സെലൻസ്കി ട്രംപിനെ കാണാൻ വരുമ്പോഴാണ് ഈ ടോമഹോക്ക് മിസൈലുകൾ ഉൾപ്പെടെ നൽകുമെന്ന് ട്രംപിൻ്റെ വാഗ്ദാനമുണ്ട്. ഇതുകൂടി പ്രതീക്ഷിച്ചാണ് വരുന്നത്. ഇതിനിടയിലാണ് ഈ നാറ്റോ ശക്തികളാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാതിരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഉക്രൈൻ ആയുധങ്ങളെല്ലാം നൽകുന്നത് നാറ്റോ രാജ്യങ്ങളാണെന്ന് പറയുന്നു. റഷ്യയുടെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്ററായ സെർജി റിയാബ്കോവ് പറയുന്നത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനായിട്ട് ചില യൂറോപ്യൻ ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അതിനെ ഗൗരവമായിട്ട് കാണണം. റഷ്യൻ പ്രസിഡന്റ് മറ്റൊരു സഹായിയായ യൂറി ഉഷാക്കോവിനും ഇതേ നിലപാട് തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും അവസരമുണ്ടാകരുത്. അലാസ്ക ഉച്ചകോടിയിലെ ഉടമ്പടികളെല്ലാം തന്നെ തെറ്റിപ്പിരിഞ്ഞുപോയി. അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. പക്ഷേ പുടിൻ പറയുന്നുണ്ട്, ഞാൻ അന്ന് ചില നിലപാടുകൾ വെച്ചപ്പോൾ ട്രംപ് അംഗീകരിക്കുന്നു. അങ്ങനെയാണ് സെലൻസ്കി വിളിച്ചിട്ട് ട്രംപ് പറഞ്ഞത് ഈ റഷ്യയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിക്കണമെന്ന്. ഇപ്പോൾ ഉക്രൈൻ പിന്നീടെല്ലാം സഹായം ചെയ്തു കൊടുത്തത് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അന്ന് ചർച്ചയിൽ പങ്കെടുത്തു. അപ്പോൾ വീണ്ടും റഷ്യ മുന്നോട്ട് വെക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായിട്ട് പോകാതിരിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ പാര പണിയുന്നു എന്നുള്ളത്. ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം റഷ്യ നേരത്തെ പോളണ്ടിലേക്ക് 20 ഡ്രോണുകൾ അയച്ചിരുന്നു. ഈ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നാറ്റോ സഖ്യം വലിയ തോതിലുള്ള ആയുധങ്ങളുടെ ഒരു വിന്യാസം നടത്തി. എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ഈ പോളണ്ടിനെ ആക്രമിച്ചതിന് ശേഷം റുമാനിയയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. അതിനുശേഷം ബാൾട്ടിക് രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നുണ്ട് റഷ്യ എന്ന തരത്തിലുള്ള വലിയ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ പുടിനും സെലൻസ്കിയും തമ്മിൽ നേരിട്ടൊരു ചർച്ച നടത്തിയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു ചർച്ചയ്ക്ക് പുടിൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് റഷ്യ വിശ്വസിക്കരുത്. ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്. എന്തായാലും യൂറോപ്യൻ ശക്തികളാണ് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഐക്യത്തെ അട്ടിമറിക്കുന്നതെന്ന് റഷ്യൻ ഭരണകൂടം ഇപ്പോൾ ഔദ്യോഗികമായി ലോകത്തോട് പറയുന്നു. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള ലക്ഷ്യം എന്താണോ അതിനെ മുഴുവൻ ഞങ്ങൾ തകർക്കും. എന്തായാലും ജൂൺ മുതൽ മോസ്കോയിൽ പ്രത്യേകിച്ച് US അംബാസഡർ ഇല്ലാത്തതുകൊണ്ട് അമേരിക്കയ്ക്ക് റഷ്യയുമായിട്ടുള്ള ബന്ധം വീണ്ടും പഴയതുപോലെ ദൃഢമാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നാറ്റോ ഇവിടെ പറയുന്നത് അത്യന്താധുനികമായ ആയുധങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ഉക്രൈന് നൽകും. അതുപയോഗിച്ച് ആക്രമണം നടത്തുമ്പോൾ വലിയ ചെലവ് വരും. ഈ ചെലവിനൊക്കെ കാരണം റഷ്യയാണ്. പോളണ്ടിനെതിരെ 20 ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡിഫൻസ് മേഖലയെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇനി നോർവേ, അതുപോലെ തന്നെ ഡെൻമാർക്ക്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾക്ക് മുകളിൽ ഡ്രോൺ ആക്രമണം നടന്നു. അതിന് പിന്നിൽ റഷ്യയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും റഷ്യയെ വിശ്വസിക്കരുത്. അമേരിക്കയുമായിട്ടുള്ള ബന്ധം ശിഥിലമായി പോകണം. ഇതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ റഷ്യൻ ഭരണകൂടം പറയുകയാണ്, അമേരിക്കയും റഷ്യയും തമ്മിൽ തെറ്റിക്കാനായിട്ട് ശ്രമങ്ങളെല്ലാം നടത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങളെയൊക്കെ ഗൗരവമായിട്ട് കാണണം. അതിനുശേഷം പുടിനും ട്രംപും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തും. അന്ന് അലാസ്കയിൽ ഒപ്പുവെച്ച ചില ഉടമ്പടികളുണ്ട്. അത് നടപ്പാക്കാനുള്ള നീക്കങ്ങൾ നടത്തും. എന്തായാലും സ്റ്റീവ് വിറ്റ്കോഫിനെ പരസ്യമായിട്ട് വ്ളാഡിമിർ പുടിൻ, റഷ്യയിലെ പ്രസിഡന്റ് സഹായികൾ, അവിടുത്തെ ഫോറിൻ ഡെപ്യൂട്ടി മിനിസ്റ്ററായ സെർജി റിയാബ്കോവ് ഇവരെല്ലാം തന്നെ അംഗീകരിക്കുന്നു. അങ്ങനെ സ്റ്റീവ് വിറ്റ്കോഫിന് വീണ്ടും ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ റഷ്യയുടെ ഈ നിലപാടിലൂടെ സാധിച്ചു. എന്തായാലും ഗസയിലെ യുദ്ധം ട്രംപ് ഇടപെട്ട് അവസാനിപ്പിച്ചു എന്നുള്ള ഒരു ഇമേജ് വന്നതോടുകൂടി ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനും ട്രംപിന് സാധിക്കുമെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാൻ ഇപ്പോൾ റഷ്യയ്ക്ക് സാധിച്ചു. ചുരുക്കം പറഞ്ഞാൽ റഷ്യയും അമേരിക്കയും തമ്മിൽ ഇതുവരെ നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. നേരിട്ട് മുഖാമുഖം പോർവിളികൾ നടത്തിയിട്ടുമില്ല. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കണം. ഇത് പറയുമ്പോൾ തന്നെയാണ് 80 വർഷങ്ങളായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന സമാധാനം ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ അനിശ്ചിതത്വത്തിനിടയാക്കിയത് അമേരിക്കൻ നിലപാടാണെന്നും പറഞ്ഞ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിനെ കുറ്റപ്പെടുത്തുന്നത്.
എന്തായാലും അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുമോ, റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.